എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ യുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം. കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം എൻ്റെ ഭൂമി. എൻ്റെ ഭൂമി എന്ന സംവിധാനമാണ് കേരളത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ യുക്തമായി നടപ്പിലാക്കുന്ന സമഗ്ര ഭൂവിവര ഡിജിറ്റൽ സംവിധാനം. 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 അമ്പെയ്ത്ത് ലോകകപ്പിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ദീപിക കുമാരി. ഇന്ത്യയുടെ ദീപിക കുമാരിയാണ് 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി കസാൻ. റഷ്യയിലെ കസാനാണ് 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദി. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ പൗർണമി ഏത് വിളയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ പൗർണമി ഏത് വിളയാണ്? നെല്ല്. കേരള കാർഷിക സർവകലാശാലയുടെ മങ്കൊമ്പ് ഡോക്ടർ MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയ പൗർണമി നെല്ലാണ്. ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത്. ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത് വൺവെബ്. വൺവെബിനാണ് ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത്. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം. ഭിന്നശേഷി വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം റിഥം. റിഥം എന്ന കലാസംഘമാണ് ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം. റഷ്യ നിയന്ത്രിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയ രാജ്യം. റഷ്യ നിയന്ത്രിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയ രാജ്യം ഇന്ത്യ. ഇന്ത്യയാണ് റഷ്യ നിയന്ത്രിക്കുന്ന നിർണായക സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിതരണക്കാരായി മാറിയ രാജ്യം. ദക്ഷിണ മധ്യ ഏഷ്യയുടെ നിയന്ത്രണം ലക്ഷ്യം വെച്ചുള്ള ചൈനീസ് പദ്ധതി. ദക്ഷിണ മധ്യ ഏഷ്യയുടെ നിയന്ത്രണം ലക്ഷ്യം വെച്ചുള്ള ചൈനീസ് പദ്ധതി വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി BRI. വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതിയാണ് ദക്ഷിണ മധ്യ ഏഷ്യയുടെ നിയന്ത്രണം ലക്ഷ്യം വെച്ചുള്ള ചൈനീസ് പദ്ധതി. സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്ന സംസ്ഥാനം. സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വന്ന സംസ്ഥാനം. UAEയിൽ വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത്. 2024 UAEയിൽ വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത് ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ് 2024 UAEയിൽ വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത്. ന്യൂസിലാൻഡ് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്
പി വി ചന്ദ്രൻ. പി വി ചന്ദ്രനാണ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതിയുടെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. 2024 വയലാർ അവാർഡിന് അർഹനായത്. 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലാണ് 2024 വയലാർ അവാർഡിന് അർഹനായത്. 2024 ഇറാനി ട്രോഫി ജേതാക്കളായത്. 2024 ഇറാനി ട്രോഫി ജേതാക്കൾ മുംബൈയാണ് 2024 ഇറാനി ട്രോഫി ജേതാക്കളായത്. പ്രശസ്ത ലെറ്റർ ബോക്സ്ഡീസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാളം സിനിമ ഏതാണ്? പ്രശസ്ത ലെറ്റർ ബോക്സ്ഡീസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാളം സിനിമ ഭ്രമയുഗമാണ് പ്രശസ്ത ലെറ്റർ ബോക്സ്ഡീസ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാളം സിനിമ. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത്. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് ടു ആരെ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ്. ബാന്ദ്ര കുർള കോംപ്ലക്സ് ടു ആരെ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡാണ് മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ്. ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഗോപിനാഥ് മുതുക്കാടാണ് ഭിന്നശേഷി വിഭാഗത്തെ സമൂഹവുമായി ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഇൻക്ലൂസീവ് ഇന്ത്യ ഭാരതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി രശ്മിക മന്ദാനയാണ് സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി. ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീരിൻ്റെ പുതിയ മുഖ്യമന്ത്രി. 2026 ലോക പുസ്തക തലസ്ഥാനം. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്. മൊറോക്കോയിലെ റബാത്താണ് 2026 ലോക പുസ്തക തലസ്ഥാനം. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 105. 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 105ാം സ്ഥാനമാണ്. റോക്കറ്റിൻ്റെ ബൂസ്റ്റർ നിലം തൊടും മുൻപേ വിക്ഷേപണ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കുന്ന സംവിധാനം വിജയകരമായി പരീക്ഷിച്ച ആദ്യ ബഹിരാകാശ കമ്പനി. റോക്കറ്റിൻ്റെ ബൂസ്റ്റർ നിലം തൊടും മുൻപേ വിക്ഷേപണ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കുന്ന സംവിധാനം വിജയകരമായി പരീക്ഷിച്ച ആദ്യ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സ് ആണ് റോക്കറ്റിൻ്റെ ബൂസ്റ്റർ നിലം തൊടും മുൻപേ വിക്ഷേപണ കേന്ദ്രത്തിൽ പിടിച്ചെടുക്കുന്ന സംവിധാനം വിജയകരമായി പരീക്ഷിച്ച ആദ്യ ബഹിരാകാശ കമ്പനി. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത്. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയനാണ്
സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത്? ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ആണ് ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസ് തലവൻ? ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസ് തലവൻ യഹ്യ സിൻവാർ. യഹ്യ സിൻവാറാണ് ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസ് തലവൻ. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത്? മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. ആശ്വാസ് എന്നാണ് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്? ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് പ്രബോവോ സുബിയാന്തോ. പ്രബോവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ? ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ. ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് മെറ്റ ആരംഭിച്ച പ്രചാരണം? ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് മെറ്റ ആരംഭിച്ച പ്രചാരണം സ്കാം സേ ബച്ചാവോ. സ്കാം സേ ബച്ചാവോ എന്ന പ്രചാരണമാണ് ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് കേന്ദ്രവുമായി ചേർന്ന് മെറ്റ ആരംഭിച്ച പ്രചാരണം. ഏഷ്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കായികമേള എന്ന ലക്ഷ്യമിട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത്? ഏഷ്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കായികമേള എന്ന ലക്ഷ്യമിട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഏത് പേരിലേക്കാണ് പുനർനാമകരണം ചെയ്തത്? കേരള സ്കൂൾ കായികമേള. ഏഷ്യയിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കായികമേള എന്ന ലക്ഷ്യമിട്ട് സർക്കാർ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് പുനർനാമകരണം ചെയ്യപ്പെട്ടത് കേരള സ്കൂൾ കായികമേള എന്നാണ്. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത്? അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് MK സാനു. MK സാനുവാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത്. C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്? C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് വഡോദര. ഗുജറാത്തിലെ വഡോദരയിലാണ് C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് സ്പാഡെക്സ്. സ്പാഡെക്സിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ ചേസർ, ടാർജറ്റ്. ചേസർ, ടാർജറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ്
സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങൾ. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി പാരീസ്. പാരീസാണ് 2024 ലോക ക്ഷീര ഉച്ചകോടിയുടെ വേദി. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ 69ാമത് അംഗം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേൽ. ഇസ്രായേലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിലെ 69ാമത് അംഗം. 70 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡ്. 70 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡ് ആയുഷ്മാൻ വയാ വന്ദന കാർഡ്. ആയുഷ്മാൻ വയാ വന്ദന കാർഡാണ് 70 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്ത്. ഈജിപ്താണ് ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായത്. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായത് പി കൃഷ്ണകുമാർ, കെ വി ജയകുമാർ, എസ് മുരളീകൃഷ്ണ, പി വി കൃഷ്ണൻ, ജോബിൻ സെബാസ്റ്റ്യൻ. പി കൃഷ്ണകുമാർ, കെ വി ജയകുമാർ, എസ് മുരളീകൃഷ്ണ, പി വി കൃഷ്ണൻ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരാണ് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി എന്നതാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര്. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ IGBCയുടെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലാദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലാദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്ക് ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്. ഹിമാചലിലെ ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലാദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത്. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി. ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി ഡോക്ടർ AK അനിൽകുമാർ. ഡോക്ടർ AK അനിൽകുമാറാണ് ISROയുടെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഡയറക്ടറായി നിയമിതനായ മലയാളി.
കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP അടിസ്ഥാനത്തിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹരിയാന. ഹരിയാനയാണ് കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 2024 രാജ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. 2024 രാജ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചീരോത്ത്. മുരളി ചീരോത്തിനാണ് 2024 രാജ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം പ്രോബ 3. പ്രോബ 3 എന്ന ദൗത്യമാണ് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. പൊതു ഇടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിനായുള്ള വനിതാ ജംഗ്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത്. പൊതു ഇടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിനായുള്ള വനിതാ ജംഗ്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത് കാട്ടാക്കട. കാട്ടാക്കട ഗ്രാമപഞ്ചായത്താണ് പൊതു ഇടങ്ങളെ കൂടുതൽ സ്ത്രീ സൗഹാർദ്ദമാക്കുന്നതിനായുള്ള വനിതാ ജംഗ്ഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്ത്. സാമൂഹിക ഐക്യം എന്ന സർദാർ പട്ടേലിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന നിയമം. സാമൂഹിക ഐക്യം എന്ന സർദാർ പട്ടേലിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന നിയമം ഒരു രാജ്യം ഒരു മതനിരപേക്ഷ വ്യക്തി നിയമം എന്നതാണ് സാമൂഹിക ഐക്യം എന്ന സർദാർ പട്ടേലിൻ്റെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന നിയമം. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗം എന്ന് വിധിച്ച കോടതി. മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗം എന്ന് വിധിച്ച കോടതി സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് മതേതരത്വം എക്കാലത്തും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗം എന്ന് വിധിച്ച കോടതി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.